കോൺഗ്രസ് നേതാവ് ശശി തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. സർവകക്ഷി സംഘവുമായുള്ള യോഗത്തിന് ശേഷം പ്രധാനമന്ത്രിയെ കണ്ട തരൂർ വിദേശ പര്യടനത്തിന് വിശദാംശങ്ങൾ അറിയിച്ചു. തരൂരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിക്കേണ്ടതില്ല എന്നാണ് ഹൈക്കമാൻഡ് നിലപാട്. അതേസമയം തരൂരിന്റെ പ്രവർത്തനം ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിച്ച സർവകക്ഷി സംഘവുമായി ചൊവ്വാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗം ചേർന്നിരുന്നു. ഇതിനുശേഷമാണ് കോൺഗ്രസ് നേതാവ് ശശി തരൂർ MP പ്രധാനമന്ത്രിയുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തിയത്. വിദേശ പര്യടനത്തിന്റെ വിശദാംശങ്ങൾ തരൂർ അറിയിച്ചു. മറ്റു കാര്യങ്ങളൊന്നും ചർച്ചയായിട്ടില്ലെന്നാണ് തരൂരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചത്. പ്രധാനമന്ത്രി G7 ഉച്ചകോടിക്ക് പോകുന്നതിന് മുൻപായിരുന്നു കൂടിക്കാഴ്ച. അതേസമയം തരൂരിന്റെ പ്രവർത്തനങ്ങൾ ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ സന്ദേശമാണ് തരൂർ നൽകേണ്ടതെന്നും കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണമെന്നും ജോൺ ബ്രിട്ടാസ് ആവശ്യപ്പെട്ടു. ശശി തരൂർ എന്നുള്ള വ്യക്തിയെക്കുറിച്ച് ഞാൻ ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ല. പക്ഷെ കോൺഗ്രസിന്റെ അഭിപ്രായം എന്താണെന്ന് കോൺഗ്രസ് പറയണ്ടേ? ശശി തരൂർ ഇപ്പോഴും പ്രവർത്തക സമിതി അംഗമല്ലേ കോൺഗ്രസിന്റെ? അദ്ദേഹത്തെ മറുപക്ഷത്തേക്ക് തള്ളിവിടുകയാണോ? അദ്ദേഹം സ്വമേധയാ പോവുകയാണോ? കോൺഗ്രസ് അദ്ദേഹത്തോടുള്ള സമീപനം എന്താണ്? ഇതൊക്കെ കോൺഗ്രസ് പറയട്ടെ. ഞാൻ അദ്ദേഹത്തെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ പാർട്ടിയെക്കുറിച്ചോ അഭിപ്രായപ്പെടാൻ ആളല്ല. എന്നാൽ തരൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരിക്കേണ്ടെന്നും തരൂരിനെ പ്രകോപിപ്പിക്കുന്ന പ്രസ്താവനകൾ വേണ്ടെന്നുമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട്. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിച്ച സർവകക്ഷി സംഘത്തിന്റെ ഭാഗമായിരുന്ന കോൺഗ്രസ് സംഘങ്ങളോട് പരസ്യപ്രതികരണം വേണ്ടെന്നും ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിരുന്നു. ശശി തരൂർ കേന്ദ്ര സർക്കാർ നിലപാടുകളെയും പ്രധാനമന്ത്രിയെയും അനുകൂലിച്ച് തുടർച്ചയായി പ്രസ്താവനകൾ നടത്തുന്നതിൽ സോണിയ ഉൾപ്പെടെ ദേശീയ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. ജനം, ഡൽഹി.